കടുവ പിടികൂടിയ വളർത്തുമൃഗത്തിന്റെ ജഡവുമായുള്ള പ്രതിഷേധം കൂടുതൽ തീവ്രമാകുന്നു. ട്രാക്ടറിൽ കടുവ പിടികൂടിയ വളർത്തുമൃഗത്തിന്റെ ജഡവുമായി നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിഷേധം അല്പം സംഘർഷ സ്ഥിതിയിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണിപ്പോൾ കടുവ പിടിച്ച വളർത്തുമൃഗത്തിന്റെ ജഡവുമായി ഒരു ട്രാക്ടറിൽ കൂടുതൽ പേർ പ്രതിഷേധ പ്രകടനമായി അവിടേക്ക് എത്തുന്നത്. സാധാരണ കർഷകരും തൊഴിലാളികളും അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ എത്തുന്നത്. രാഷ്ട്രീയ പ്രതിനിധികളും മറ്റുമുണ്ട് എങ്കിലും അവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ പ്രതിഷേധം വളരുന്നുമുണ്ട്. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ തുടരുമ്പോൾ കർശനമായ നടപടി ഉണ്ടാകണം, ഉചിതമായ പ്രതിവിധി ഉണ്ടാകണം എന്നുള്ളതാണ് കർഷകരടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് വനം വകുപ്പ് താൽക്കാലിക ജീവനക്കാരനായിരുന്ന വാച്ചറായിരുന്ന ആളുടെ മൃതദേഹവുമായി കൽപ്പറ്റ ടൗണിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുന്നത്. രാഹുൽ, കേൾക്കാമെങ്കിൽ അവിടെ നിന്നുള്ള പുതിയ വിവരങ്ങൾ. പ്രതിഷേധം അത് പല തലങ്ങളിലേക്ക് കടക്കുന്നു. ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് ഇവിടെ അടുത്ത് തന്നെ 56-ന് അടുത്തായി ഒരു കടുവ മൂരിക്കിടാവിന് പിടികൂടിയിരുന്നു ഇന്ന് രാവിലെ എന്നതാണ്. അപ്പോൾ ആ കടുവ ഭക്ഷിച്ചതിന് ശേഷമുള്ള ബാക്കി ജഡം, ഈ മൂരിയുടെ ജഡം ഈ ട്രാക്ടറിൽ നാട്ടുകാർ കൊണ്ടുവന്നിരിക്കുകയാണ് പുൽപ്പള്ളി ടൗണിലേക്ക്. ഈ ജഡം കൂടെ ഇവിടെ വെച്ച് പുൽപ്പള്ളി ടൗണിൽ പ്രതിഷേധിക്കുകയാണ് ഇപ്പോൾ. അതായത് ഫോറസ്റ്റിന്റെ ജീപ്പ് തടഞ്ഞു വെച്ചതിന് തൊട്ടടുത്ത് തന്നെയായി ട്രാക്ടറിൽ മൂരിയുടെ ജഡം കൂടി കൊണ്ടുവന്നുള്ള പ്രതിഷേധം. അത് അങ്ങനെയുള്ള ഒരു പ്രതിഷേധത്തിൽ കൂടി കടന്നിരിക്കുകയാണ്. പ്രതിഷേധക്കാരുടെ എണ്ണം, നാട്ടുകാരുടെ എണ്ണം ഓരോ നിമിഷം കൂടുതലും കടന്നിരിക്കുകയാണ്. എണ്ണം